ഹായ് ഡിയേഴ്സ്, ഇന്നത്തെ ഒരു അടിപൊളി അച്ചാറിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അതും അമ്പഴങ്ങ അച്ചാർ. ഒരുപാട് വർഷമായിട്ട് സത്യമായിട്ട് ഞാൻ ഈ ഒരു സംഭവം കഴിച്ചിട്ട്, കൊച്ചുനാളിലൊക്കെ നമ്മൾ ഉപ്പിലിട്ടതൊക്കെ ഒരുപാട് കഴിച്ചിട്ടുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കല്യാണം കഴിഞ്ഞ് ഇവിടെ വന്നതിന് ശേഷം ഞാൻ ഈ ഒരു സംഭവം കണ്ടിട്ടേ ഇല്ല കേട്ടോ. ഇപ്പോൾ എനിക്ക് ഇത്തിരി അമ്പഴങ്ങ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഏതായാലും അതുകൊണ്ട് കുറച്ച് അച്ചാറും കുറച്ച് ഉപ്പിലിട്ടതും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ഇടുന്ന സ്റ്റൈൽ നിങ്ങൾക്കും കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ അതിന് മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ, വീഡിയോ കണ്ട് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതേ കൊണ്ടുവന്നതിനകത്ത് ഞാൻ കുറച്ചധികം ഉപ്പിലിട്ടിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ ഇത് നമ്മുടെ മുറിക്കാൻ പറ്റാത്ത അമ്പഴങ്ങയുണ്ടല്ലോ, ഉള്ളിൽ ആ വലിയൊരു കുരു ഉള്ളത്, അതാണ് കേട്ടോ ഇത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറേ അധികം ഞാൻ ഉപ്പിലിട്ടു. പിന്നെ കുറച്ച് എനിക്ക് അച്ചാർ ഭയങ്കര ഇഷ്ടമുള്ളത് കൊണ്ട് തന്നെ കുറച്ച് ഞാൻ അച്ചാറിടുന്നുണ്ട്. അപ്പോൾ അച്ചാറിടാൻ വേണ്ടിയിട്ട് ഞാനിതേ കുറച്ച് ചെറുതായിട്ട് ചില ഭാഗങ്ങളൊക്കെ ഒന്ന് കേടുവന്ന് തുടങ്ങിയിട്ടുണ്ട്. ഞാൻ കൊണ്ടുവച്ചിട്ട് 2-3 ദിവസമായിട്ട്, അതുകൊണ്ടാണ്. അപ്പം നല്ലതൊക്കെ നോക്കി ഞാൻ ഉപ്പിലിട്ട് വെച്ചു. അതിന് സാധാരണ നമ്മൾ വെള്ളമൊക്കെ ഒഴിച്ച് ഉപ്പും ഒക്കെ ഇട്ടിട്ട് വെള്ളമൊക്കെ ഒഴിച്ചിട്ടാണ് ഇടുന്നത്. ഈ അച്ചാറിടാൻ വേണ്ടിയിട്ടുള്ളത് ഞാൻ ഉപ്പിലിട്ടിട്ട് തന്നെയാണ് ഞാൻ അച്ചാറിടാൻ ഉദ്ദേശിക്കുന്നത്. 2-3 ദിവസം ഉപ്പിട്ട് വെക്കും. പക്ഷേ ഇതിൽ വെള്ളം ഒഴിക്കാണ്ട് ഉപ്പ് മാത്രം ഇട്ടിട്ട് കേട്ടോ, അത് ഞാൻ ഇതിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ കേട് വന്ന ചെറിയ പോർഷനൊക്കെ മുറിച്ച് കളഞ്ഞിട്ട് ആണ് ഞാൻ അച്ചാറിടുന്നത്. അച്ചാറിനായതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, ഒന്നും അച്ചാർ കേട് വരുമൊന്നുമില്ല കേട്ടോ. പിന്നെ ഇത്തിരിയേ ഉള്ളൂ, ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇവിടെ പെട്ടെന്ന് തന്നെ തീരും, അത്രയേ ഉള്ളൂ ഇതേ. അപ്പോൾ ഞാൻ ഇതിൻ്റെ കേട് വന്ന ഭാഗങ്ങളൊക്കെ കളഞ്ഞിട്ട് ഓൾറെഡി കഴുകിയിട്ടൊക്കെ വെച്ചതായിരുന്നു കേട്ടോ. ഉപ്പിലിടാൻ വേണ്ടി ഇടുന്ന സമയത്ത് എല്ലാം കൂടി കഴുകി വൃത്തിയാക്കി വെച്ചതായിരുന്നേ. എന്നിട്ട് ഇതാ ചെറിയ രീതിയിലൊന്ന് സ്ലിറ്റ് ഇട്ടു, ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എല്ലാ അമ്പഴങ്ങയും ഉപ്പ് പെട്ടെന്ന് പിടിച്ചോട്ടെ എന്ന് വെച്ചിട്ടാണ്. ഞാൻ വെള്ളം ഒഴിക്കുന്നില്ലല്ലോ, ഉപ്പ് മാത്രമാണ് ഇടുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഉപ്പ് ശരിക്കും ഒന്ന് പിടിച്ചോട്ടെ എന്ന് വെച്ചിട്ട് എല്ലാത്തിനും ഇങ്ങനെ കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതേ നമ്മൾ പാകത്തിനുള്ള ഒരു കുപ്പീനകത്തോട്ടേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് എല്ലാ അമ്പഴങ്ങയും. എന്നിട്ട് നമ്മൾ ഇതിനകത്തോട്ടേക്ക് കല്ലുപ്പാണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ഞാൻ കൂടുതലും ഇപ്പം കല്ലുപ്പ് തന്നെയാണ് എല്ലാത്തിനും പാചകത്തിന് യൂസ് ചെയ്യുന്നത്. പ്രത്യേകിച്ച് അച്ചാറിൽ അല്ലെങ്കിൽ ഉപ്പിലിടാനൊക്കെ കല്ലുപ്പ് തന്നെ ഞങ്ങൾ യൂസ് ചെയ്യണം കേട്ടോ, അതാണ് നല്ലത്. എന്നിട്ട് വെള്ളമൊന്നും ഒഴിക്കില്ല. ഇതുപോലെ നന്നായിട്ട് കുലുക്കി എല്ലാ ഭാഗത്തും ഉപ്പ് നന്നായി എത്തുന്നത് വരെ ഇടും. ഇതിന് ഞാൻ കുറച്ച് ഉപ്പ് കൂടുതൽ തന്നെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നോക്കിയിട്ട് മാത്രമേ നമുക്ക് അച്ചാറിന് ഉപ്പിടേണ്ട ആവശ്യം വരുള്ളൂ കേട്ടോ. അപ്പോൾ ഇത് ഇങ്ങനെ നന്നായി കുലുക്കിയിട്ട് ഒരു 2-3 ദിവസം വെക്കും കേട്ടോ. അപ്പോൾ ഇത് 2-3 ദിവസം വെച്ച അമ്പഴങ്ങയാണ്. ഞാൻ ഇടയ്ക്ക് എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ്, അതായത് 3 ദിവസമേ വെച്ചിട്ടുള്ളൂ, ഇത് 3-ാമത്തെ ദിവസമാണിത്. അപ്പോൾ എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് ഞാനതൊന്ന് നന്നായിട്ട് കുലുക്കി കൊടുക്കുമായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മുടെ അമ്പഴങ്ങ നന്നായിട്ട് ഉപ്പ് പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേഗത്തിൽ അച്ചാർ ഉണ്ടാക്കാൻ തുടങ്ങാം. അച്ചാർ ഉണ്ടാക്കേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമ്മുടെ വെളുത്തുള്ളി, ഇഞ്ചി സംഭവങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഞാനിവിടെ വെളിച്ചെണ്ണയിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. കാരണം വേറൊന്നുമല്ല, എനിക്കിപ്പോൾ ഇത് ഒരാഴ്ച കൊണ്ട് തീരും. അപ്പോൾ നമ്മൾ ഒരുപാട് കാലമൊക്കെ സൂക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നല്ലെണ്ണയിൽ തന്നെ ചെയ്യണം. അപ്പോൾ ഞാനിപ്പോൾ പാരഷൂട്ടിലാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് കൊടുത്തു, കടുക് പൊട്ടിച്ചു, ഇനിയിപ്പോൾ കറിവേപ്പില ഇട്ട് കൊടുത്തു. ഇനി വെളുത്തുള്ളിയും അതേപോലെ തന്നെ ഇഞ്ചിയും ഞാൻ കുറച്ച് കൂടുതലിടും കേട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഇത് 2 പച്ചമുളക് ഇട്ട് കൊടുത്തു. ഇനി ഇതെല്ലാം കൂടി ഒന്ന് നന്നായി ചുവക്കണ്ട, ജസ്റ്റ് ഒന്ന് കളർ മാറി തുടങ്ങണം, നല്ലൊരു സ്മെല്ല് വരും, ജസ്റ്റ് ഒരു ലൈറ്റ് കളറായി വരും കേട്ടോ. അത്രയും നേരം വഴറ്റിയാൽ മതി. അപ്പം ഞാൻ വീഡിയോ കുറച്ച് സ്പീഡാക്കിയിട്ടാണ് ഇത് കാണിക്കുന്നത്, കാരണം അത്രയും ലെങ്ത്ത് കുറയുമല്ലോ എന്ന് വിചാരിച്ചിട്ട് കേട്ടോ. അപ്പം അത്യാവശ്യം ഒന്ന് ജസ്റ്റ് ഒന്ന് കളർ മാറി തുടങ്ങിയപ്പോൾ തന്നെ ഞാൻ ഇതിനകത്തോട്ടേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം നിങ്ങൾ ഈ സമയത്ത് പൊടികൾ ചേർക്കുമ്പോൾ തീ നന്നേ കുറച്ച് വെക്കുക, അല്ലെങ്കിൽ ഓഫ് ചെയ്യണം കേട്ടോ. അപ്പം ഞാനൊരു 5 ടേബിൾ സ്പൂൺ ചുവന്ന മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അത് കാശ്മീരിയും കൂടെ മിക്സ് ആയതുകൊണ്ട് തന്നെ എരിവ് അത്രക്ക് ഉണ്ടാവില്ല. അപ്പോൾ 5 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇത് ലേശം മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു കുഞ്ഞ് സ്പൂണ്, അതായത് ഒരു 1/2 ടീസ്പൂൺ മാത്രമേ വരുള്ളൂ, ഉലുവപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു 1/2 ടീസ്പൂണോളം കായപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതെല്ലാം കൂടി ഒന്ന് മൂത്ത് വരുമ്പം, എണ്ണ നന്നായി ചൂടായതുകൊണ്ട് തന്നെ പെട്ടെന്ന് മൂത്ത് വരും. പിന്നെ ഞാനാണെങ്കിൽ ഓൾറെഡി മുളക് പൊടിയൊക്കെ വറുത്ത് വെച്ചത് തന്നെയാണ് കേട്ടോ. പിന്നെ ഞാനൊരു സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് പോലെയാണ് ഈ ഒരു ചെറിയൊരു പീസ് ശർക്കര ചേർക്കും കേട്ടോ. അതെല്ലാവരും ചേർക്കാറുണ്ടോയെന്ന് അറിയില്ല, പക്ഷെ അച്ചാറിന് നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. ഒരു മധുരമൊന്നും ഉണ്ടാവില്ല, കുഞ്ഞു പീസാണ് ചേർത്തത്, എന്നാൽ പോലും അത് ചേർക്കുമ്പം ഒരു ടേസ്റ്റാണ് കേട്ടോ. പിന്നെ അത് പൊടിച്ചിട്ടാണ് ഞാൻ ചേർത്ത് കൊടുത്തത്. ഇനിയിപ്പോൾ നമ്മൾ ആവശ്യത്തിന് ഏകദേശം ഒരു 1/4 കപ്പോളം വിനാഗിരി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. വിനാഗിരിയും കൂടെ ചേർത്ത് കൊടുത്തപ്പോൾ നമ്മളെ പൊടികൾക്ക് നല്ല നിറം വന്നിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് അപ്പം തന്നെ ഞാൻ നമ്മുടെ അമ്പഴങ്ങ ഇട്ട് കൊടുത്തു. അമ്പഴങ്ങയിലുണ്ടായ ആ വെള്ളം മൊത്തം ഒഴിച്ച് കൊടുത്തു കേട്ടോ. ഉപ്പിൽ നിന്ന് വന്ന വെള്ളമാണ്, ഞാൻ ഒട്ടും ഒഴിച്ചു കൊടുത്ത വെള്ളമല്ല, ഉപ്പിലിട്ട് വെച്ചപ്പോൾ തനിയേ വന്ന വെള്ളം. അതാകുമ്പോഴുണ്ടല്ലോ അച്ചാറിന് നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇതിലിപ്പം നിങ്ങൾക്ക് കാണുമ്പം തോന്നുന്നു ഇത് വെള്ളമാണല്ലോ, അമ്പഴങ്ങയിൽ കോട്ട് ചെയ്ത് നിൽക്കുന്നില്ലല്ലോ എന്ന് വിചാരിക്കും കേട്ടോ. പക്ഷേ അങ്ങനെയല്ല, നമ്മൾ ഉണ്ടാക്കി 2 ദിവസം കഴിയുമ്പോഴേക്കും ശരിക്കും നല്ല പരണ്ടിരിക്കും കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടി മിക്സ് ചെയ്യുക. ഇനി നമുക്ക് ഉപ്പ് ഞാൻ
അമ്പഴങ്ങയിൽ ഇട്ട് വെച്ച ഉപ്പ് മാത്രമേ ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ, കാരണം അത് തന്നെ ആവശ്യത്തിന് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇനി വേണമെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ചേർത്ത് കൊടുക്കുക. എനിക്ക് എന്തായാലും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല, കറക്റ്റ് ഉപ്പായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനിത് ഒരു 2 മിനിറ്റ് നേരം, അതായത് എല്ലാം കൂടി ഒന്ന് നന്നായത് എല്ലാ ഭാഗവും ഒന്ന് തിളച്ച് വന്നു, അത്രയും മാത്രമേ വേണ്ടുള്ളൂ. അത്രയാകുമ്പോഴേക്കും തന്നെ നമ്മൾ തീ ഓഫ് ചെയ്തേക്കണം. അമ്പഴങ്ങ ഒരുപാട് വേവേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. അപ്പോൾ നമുക്ക് ആ എല്ലാ ഭാഗവും കൃത്യമായി തിളച്ചു എന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ തീ ഓഫ് ചെയ്യാം. അപ്പോൾ ഞാനിത് തീ ഓഫ് ചെയ്തു. ഇനി ഇതൊന്ന് നന്നായിട്ട് തണുക്കണം കേട്ടോ. ഇതിപ്പം ഈ ഒരു പാകത്തിൽ നിങ്ങൾക്ക് ലൂസായിട്ട് തോന്നും, കണ്ടോ തീ ഇതിപ്പം ഞാൻ ഓഫ് ചെയ്ത ഉടനെയാണ് കേട്ടോ. അപ്പോൾ ഇനി ഇത് നന്നായിട്ട് ആറട്ടെ. ഞാനൊരു 2 ദിവസമെങ്കിലും ഇതിനകത്ത് തന്നെ വെക്കും കേട്ടോ. എന്നിട്ട് കുപ്പിയിലേക്ക് മാറ്റിയിട്ടാണ് യൂസ് ചെയ്യാൻ തുടങ്ങുന്നത്. ഇപ്പം തന്നെ ഉപയോഗിക്കില്ല, 2 ദിവസം കഴിഞ്ഞിട്ട് ഉപയോഗിക്കാൻ തുടങ്ങുള്ളൂ. അതുവരെ ഇതിൽ തന്നെ വെക്കും കേട്ടോ. അപ്പോൾ 2 ദിവസം കഴിഞ്ഞിട്ടുണ്ട്, നമ്മുടെ അമ്പഴങ്ങ അച്ചാർ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാകുന്നുണ്ടോ? നന്നായിട്ട് നോക്കിയാൽ എല്ലാം വറ്റി കുറുകിയിട്ട്, ഞാൻ ഒരു കയ്യിൽ മൊബൈൽ പിടിച്ചുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ. അപ്പോൾ നല്ലോണം ചാറൊക്കെ കുറുകി അമ്പഴങ്ങയിൽ ഇങ്ങനെ പിടിച്ച് നിൽക്കുന്നുണ്ടോ. സത്യം പറഞ്ഞാൽ ഇങ്ങനെ കാണിക്കുമ്പോൾ എനിക്ക് തന്നെ കൊതിയാവുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിത് ശരിക്കും മിക്സ് ചെയ്ത് കാണിക്കാം. മൊബൈലൊക്കെ ഞാൻ ട്രൈപോഡിനകത്ത് വെച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് കാണിക്കാം. അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് തോന്നില്ലേ എന്ത് അടിപൊളിയായിട്ടല്ലേ? സത്യം പറഞ്ഞാൽ അടിപൊളി ടേസ്റ്റുമാണ് കേട്ടോ. എന്തായാലും ഇങ്ങനെ അച്ചാറിട്ട് എല്ലാവരും ഉണ്ടാക്കാറുണ്ടോയെന്ന് എനിക്കറിയില്ല, പക്ഷേ എന്തായാലും ഞാനിങ്ങനെയാണിത് ഇട്ടിട്ടുള്ളത്. അടിപൊളിയാണ് കേട്ടോ. ഇങ്ങനെ കാണുമ്പോൾ തന്നെ നമുക്കിങ്ങനെ കോരി വായിലിടാൻ തോന്നുന്നുണ്ട് കേട്ടോ ചോറിനപ്പം. എന്ത് രസമായിരിക്കും അല്ലേ? അപ്പോൾ എന്തായാലും ഞാനിത് ടേസ്റ്റ് നോക്കിയപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്കിങ്ങനെ വെറുതെ പറയല്ല കേട്ടോ, നല്ല ഇഷ്ടപ്പെട്ടു. അപ്പോൾ എന്തായാലും പെട്ടെന്ന് തന്നെ ഞാനിത് ഇനി കുപ്പിയിലാക്കി വെക്കുന്നുണ്ട്. കണ്ടോ നമ്മുടെ അമ്പഴങ്ങ അച്ചാറിൽ കറക്റ്റ് കുറുകിയ പാകത്തിന് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഈ അമ്പഴങ്ങ അച്ചാർ ഇതുവരെ ഉണ്ടാക്കി നോക്കാത്തവരാണെങ്കിൽ അമ്പഴങ്ങ കിട്ടുകയാണെങ്കിൽ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോളൂ. വീഡിയോ എന്തായാലും ഇഷ്ടപ്പെടും കേട്ടോ. വീഡിയോ അല്ല റെസിപ്പി ഇഷ്ടപ്പെടും കേട്ടോ.